ഹലോ ഗൈസ്, ഞാൻ വീണ്ടും എത്തിട്ടോ. നമ്മളിത് പോകുന്നത് എങ്ങോട്ട് വെച്ചാൽ ഫുഡ് കഴിക്കാൻ. ഞാനും മുനീബും മാത്രമേ ഉള്ളൂ കേട്ടോ. കൊച്ചിനെ എടുത്തിട്ടില്ല, സിസ്റ്റേഴ്സും ഇല്ല. അവൻ പറഞ്ഞു ഏതായാലും നമുക്ക് എയർലൈൻസിലൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിച്ച് വരാമെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഉൾപ്പെടുത്തണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ സീനാക്കണ്ടടാ, അങ്ങനെ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ആൾ എയർലൈൻസിലെത്തിട്ടോ. അപ്പോൾ അവിടെ നല്ല ക്രൗഡ് ഉണ്ട്. പിന്നെ മെമ്പർ ഓഫ് പാർലമെൻറ്റൊക്കെ ബോർഡ് വെച്ചിട്ടുള്ളൊരു ഇന്നോവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ഗസ്റ്റൊക്കെ ഉണ്ട്, പോലീസുകാരുടെ വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയപ്പോഴേക്ക് ഭയങ്കര വേറൊരു വലിയ വലിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ക്യാമറ ഷെയ്ക്കാവുണ്ട്. അങ്ങനെ വാഷ് ചെയ്യേണ്ട അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. സംഭവം ശരി തന്നെയാണ്. നമ്മൾ ഇപ്പം അടുത്തൊരു എലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, എനിക്കറിയില്ല, സോറി, മുഹമ്മദ് ബഷീർ അങ്ങനെ ആ ഒരു ആളെ നിന്ന് എനിക്ക് ശരിക്കും അറിയില്ല, അതുകൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അയാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പാർലമെൻറ്റിൽ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പേരൊന്നും എനിക്കറിയില്ല. പൊളിറ്റിക്കലി ഞാൻ അധികം അറിവുള്ളൊരു വ്യക്തിയല്ലാത്തതുകൊണ്ട് എനിക്ക് അധികം അറിയില്ല. അങ്ങനെ അവിടെ നിന്നപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, നല്ല ക്രൗഡാണ്, അത്യാവശ്യത്തിന് നല്ല തിരക്കുള്ള ടൈമാണല്ലോ. അപ്പോൾ ഞാനും മുനിപ്പും വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, വെള്ളമാട്ടോ ഫസ്റ്റ് കിട്ടിയേ. അപ്പോഴേക്കും ഞങ്ങൾ സ്ഥിര പരിപാടി ഇറങ്ങി. ഞങ്ങൾ രണ്ടാളും വന്നടി. എന്തിനാ തല്ലുണ്ടായത്? എനിക്ക് എയർലൈൻസ് പോകാൻ പേഴ്സണലി ഇഷ്ടം ഉണ്ടായിട്ടില്ലായിരുന്നു. എനിക്ക് ഷവർമ എന്തെങ്കിലും മതി അങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. കാരണം എനിക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ബില്ലായിരിക്കും പിന്നെ കിട്ടുക. അതുകൊണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഏതെങ്കിലും വന്നല്ലേ, കുഴപ്പമില്ല. അങ്ങനെ സൂപ്പ് വാങ്ങിച്ചു, സ്വീറ്റ് കോണിൻ്റെ സൂപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളത്തിൻ്റെ തീരെ ടേസ്റ്റില്ലാന്ന്. അങ്ങനെ പറഞ്ഞല്ല, പൊതുവെ എനിക്ക് കുറച്ചുകൂടി ഫ്ലേവറബിൾ ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. എനിക്ക് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ, അവന് പൊറാട്ടയും വേറെന്തോ ആയിരുന്നു, ഞാൻ മറന്നു അവൻ എന്താ വാങ്ങിച്ചത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഇയാൾ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. കോൺഗ്രസിൻ്റെ നേതാവാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്ന കണ്ടില്ലേ, അവർക്കൊക്കെ ഭയങ്കര മുൻഗണന കൊടുക്കണമല്ലോ അല്ലേ, നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവരല്ലേ അവർ. എന്താണെങ്കിലും ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. ഇതുവരെ വീഡിയോ എടുക്കണം. അപ്പോൾ എന്നോട് മുന്നേ പറഞ്ഞു നീ വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഇട്ട് ഞാൻ കഴിച്ചു കേട്ടോ. ആ ഫുള്ള് ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ മുനീബിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലോട്ടൊന്ന് പോകണം, ചായവാലില്ലാത്ത, ഞാൻ മറന്നു ഷോപ്പിൻ്റെ പേര്, ചാറ്റ് മാഫിയ, അതെ, ചാറ്റ് മാഫിയയിലോട്ട് എത്തിട്ടോ. അപ്പോൾ അവനങ്ങനെ പോയി. പിന്നെ ബേബിക്ക് ഫുഡ് വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റ് ആൾ ജാംജൂം പോയിട്ട്, നമ്മൾ പുതിയ ജാംജൂമിൽ അവിടെ ബേബിക്ക് പറഞ്ഞ് പോയതാണ്. പിന്നെ എനിക്കുള്ള സാധനങ്ങളായിരുന്നു കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാൽ, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ പ്രതീക്ഷിക്കാത്ത ഐറ്റംസ് കൂടി നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കും. നിങ്ങളൊക്കെ അങ്ങനെയാണോ? ആവശ്യം ഉണ്ടാവില്ല, എന്നാലും കാണുമ്പോൾ ഒരു വാങ്ങിക്കാനുള്ള ഒരിത്. അങ്ങനെ സർലാക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബേബി വിറ്റൻ്റെ ഒരു ഫ്ലേവറാട്ടോ വാങ്ങിച്ചത്. മുനി പറഞ്ഞു കുറച്ച് എക്സ്ട്രാ എടുത്തേക്ക്, അതല്ലേ ബെറ്റർ. പക്ഷേ ഞാൻ കുറച്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവനിത് മടുക്കുമെന്ന് എഴുതിയിട്ട് ഞാൻ ഒരു ഫ്ലേവറേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. ഈ റോസ് കളറുള്ള ഫ്ലേവറാട്ടോ വാങ്ങിച്ചത്. എന്തിൻ്റെ ഞാനും മറന്നു, ക്യാരറ്റൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഫ്ലേവർ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ പിന്നെ നോക്കണം. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. കുക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കുക്കർ പാക്ക് ചെയ്യേണ്ട ടൈം പോസ്റ്റ് ആയി നിന്നാൽ. പിന്നെ എനിക്ക് പുഡിങ് ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ പുഡിങ്ങിനുള്ള ഐറ്റംസ് അവൻ എടുക്കുക കേട്ടോ, മിൽക്ക് കാര്യങ്ങളൊക്കെ. എവിടെ പോയാലും ഞാൻ എടുക്കില്ല കേട്ടോ. ഞാൻ അവനോട് ഇങ്ങനെ പറയും, നീ അതെടുക്ക്, നീ അത് ചെയ്യ്, ഇത് ചെയ്യ്. എനിക്ക് ഭയങ്കര മടിയാണ്. ഇനി അഥവാ ഫ്രൂട്ട്സൊക്കെ എടുത്താൽ നാശമായതൊക്കെ എടുത്താൽ പിന്നെ അത് കേൾക്കേണ്ടി വരും ഉമ്മാൻ്റെ അടുത്ത് നിന്ന്. അതിലേറെ ബെറ്റർ മുനീബിനെ കൊണ്ട് എടുപ്പിച്ചാൽ മുനീബ് എടുത്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, സീലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും സേഫ് സോണിൽ വെച്ചാട്ടോ കളിക്കാറ്. അങ്ങനെ ക്രീം എടുക്കാണ്ടായിരുന്നു, പിന്നെ വിപ്പിംഗ് ക്രീം. അതിൻ്റെ ഇടയിൽ അവൻ എങ്ങോട്ടോ പോയി. അപ്പോൾ ഞാൻ വീണ്ടും അവൻ്റെ പുറകെ പോയി. കാരണം എനിക്ക് ക്രീം എടുക്കാൻ വരെ അവൻ്റെ ഒരു സപ്പോർട്ടിങ്ങും വേണം. ഞാൻ ഭയങ്കര ഡിപ്പെൻഡാട്ടോ എൻ്റെ ഹസ്ബൻഡിൽ. അതൊക്കെ ഭയങ്കര ഒരു സ്ട്രഗിളിങ് ടൈമാണ്. അങ്ങനെ ബ്രെഡ് അവന് എല്ലാ എക്സ്പയർ ഡേറ്റൊക്കെ നോക്കി അവന് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ അടുത്തത് എന്താണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഗ്രീൻ പീസ് ഉമ്മ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല, അത്യാവശ്യത്തെ റേറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള റിട്ടേൺ പോരുക കേട്ടോ. ക്യാമറേൻ്റെ മുകളിലാണ് എൻ്റെ കൈയെല്ലാം, അറിയാതെ വെച്ച് പോയതാണ്. അങ്ങനെ എപ്പോൾ ഞങ്ങൾ പോരുമ്പോഴും ഇവൻ ഫോൺ കോൾ ചെയ്തിട്ട്, എപ്പോൾ ഇവൻ ഫോൺ വിളിച്ചിട്ട്, എനിക്കിഷ്ടമല്ല എന്നോട് സംസാരിക്കേണ്ടത്. പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടാവുമെന്ന് ഞാനത് മനസ്സിലാക്കണില്ല. ചില ടൈമിൽ തോന്നും എല്ലാം എൻ്റെ ഭാഗത്തുള്ള തെറ്റ്, ഞാനൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ കരുതും. അങ്ങനെ ഇവിടെ സമ്മേളനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ പഠിക്കാനൊന്നും പോകാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്താ അറിയില്ല.
എന്താണെങ്കിലും ഇത് ഉമ്മാക്കുള്ള സർപ്രൈസ് ആട്ടോ. ഇത് മിക്കുടൂനൊരു കുക്കർ ചെറുത് വാങ്ങിക്കണം കഞ്ഞി വെക്കാനെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ മുനിയിപ്പം ഏതായാലും 2 കൂടി ഇരിക്കട്ടെ. 3 സെറ്റിൻ്റെ ഒരു കുക്കർ കേട്ടോ. അതിനൊന്നിനും മൂടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു മോഡലാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉമ്മ കൊടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഇതാണ് കരുതിയത്, എനിക്ക് ഓൾറെഡി തോന്നിയിട്ടുണ്ടായിരുന്നു എന്ത് കുക്കറായിരിക്കും വാങ്ങിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉമ്മ. ഞാൻ ഉമ്മാനോട് എത്ര ചൂടായാലും എൻ്റെ ഉമ്മാൻ്റെ അത്ര എനിക്കിഷ്ടം വേറെ ആരുമില്ലേ, എന്താ എനിക്കറിയില്ല. പൊതുവേ ഗേൾസിനൊക്കെ ഉപ്പമാരെ ഇഷ്ടമെന്ന് പറഞ്ഞാലും എനിക്ക് 2 ഇഷ്ടമാണ്. പക്ഷേ ഉമ്മാനായിട്ട് കുറച്ചൊരു കമ്പനി. പിന്നെ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നൈറ്റ് ഒരു ഈവനിങ് വീണ്ടും ഇറങ്ങി. എന്തിനാ വെച്ചാൽ മിക്കുടൂൻ്റെ തണ്ടുണ്ടല്ലോ, അതിൻ്റെ തണ്ട ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഇങ്ങനെ പോവാണ്. മിട്ടുണ്ടായിരുന്നു, മിലു വന്നിട്ടില്ലായിരുന്നു. മിലു പറഞ്ഞു എനിക്ക് ഖുർആൻ ഓതാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് കണ്ട് അങ്ങനെ അവൾ ഇതായി. അപ്പോൾ അത്രേ ഉള്ളൂടെ കുട്ട. വീണ്ടും കാണാം.